Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്ററാണ് വേർബ്സ് ഇൻ ഫംഗ്ഷൻ ജെറണ്ട്സ് ഇൻഫിനിറ്റീവ്സ് ആൻഡ് പാർട്ടിസിപ്പിൾസ് എന്നുള്ള തേർഡ് ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഇത് പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം ആ ഒരു ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചെറുതായിട്ട് ലിങ്ക് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ചില ടേംസൊക്കെ പറയുമ്പോൾ ആ ഒരു ടേം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിക്കണം. സോ അത് പഠിച്ചിട്ട് ഇത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ജെറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി വേർബ് വിത്ത് ING ഫോം യൂസ്ഡ് ആസ് ദ സബ്ജക്റ്റ് ഓഫ് എ വേർബ് ആൻഡ് ആക്ട് ലൈക്ക് എ വേർബ് നൗൺ ഈസ് കോൾഡ് ജെറണ്ട്. ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ING ഫോമിൽ അവസാനിക്കുന്ന വേർബ്, അത്തരത്തിലുള്ള വേർബുകൾക്കാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ജെറണ്ട് ING ഫോമിലായിട്ട് അവസാനിക്കുന്ന വേർബ് ആ ഒരു സെൻറ്റൻസിൽ ആക്ട് ചെയ്യുന്നത് നൗണായിട്ടായിരിക്കും. അത്തരത്തിലുള്ള വേർഡ്സുകൾക്കാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഡാൻസിങ് ഈസ് ഹെർ ഫേവറേറ്റ് ഹോബി എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ ഡാൻസിങ് എന്നുള്ളതാണ് അവിടെ ജെറണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡാൻസ് എന്നുള്ള വേർഡിൻ്റെ ING ഫോമാണ്, ഡാൻസ് എന്നുള്ള വേർബിൻ്റെ ING ഫോമാണ് ഡാൻസിങ്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ ഡാൻസിങ് എന്നുള്ളത് അവിടെ വേർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, പകരം ഒരു നൗണായിട്ടാണ്. കാരണം ഡാൻസിങ് ഈസ് ഹെർ ഫേവറേറ്റ് ഹോബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിലെ നൗണായിട്ടാണ് ഈ ഒരു സെൻറ്റൻസിൽ ഡാൻസിങ് എന്നുള്ള വേർഡ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെൻറ്റൻസിൽ ജെറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർബ് ING ഫോം ഓഫ് ദ വേർബ് ആ ഒരു സെൻറ്റൻസിൽ നൗണായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് അതൊരു ജെറണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ജെറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ING ഫോമായിട്ട് മാത്രം കാര്യമില്ല. ആ ഒരു ING ഫോം ഉള്ള വേർഡ് ആ ഒരു സെൻറ്റൻസിൽ നൗണായിട്ട് ആക്ട് ചെയ്യുമ്പോൾ, അങ്ങനെ നൗണായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു ജെറണ്ടായിട്ട് മാറുന്നത്. ഇതിനെ പ്രത്യേകിച്ച് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റീവ്സും ദെൻ പാർട്ടിസിപ്പിൾ ഫോമുകളും ഒക്കെ ING ഫോമിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യൂസേജ് വെച്ചിട്ടാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഒരു ജെറണ്ട് ആകുമ്പോൾ അതിൻ്റെ യൂസ് എപ്പോഴും ഒരു നൗണായിട്ടായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചു വെക്കാം. ദെൻ ഹെൻസ് എ ജെറണ്ട് ഈസ് എ വേർബ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഇഫ് ഇറ്റ് വേർ എ നൗൺ. അതുകൊണ്ട് തന്നെ ഒരു ജെറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർബാണ്, പക്ഷേ ആ ഒരു സെൻറ്റൻസിൽ അത് യൂസ് ചെയ്യുന്നത് ഒരു നൗണായിട്ടായിരിക്കും. ഇനി ജെറണ്ട്സിന് കുറച്ച് യൂസസ് ആണ്. അതിൽ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഓഫ് എ വെർബാണ്. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് ജെറണ്ട്സ് വരാറുണ്ട്. ജെറണ്ടായിട്ട് വരുമ്പോൾ ആ ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് വരാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഗാർഡനിങ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി. ഈ ഒരു സെൻറ്റൻസിൽ ഗാർഡനിങ് എന്നുള്ളത് ശരിക്ക് ഗാർഡനിങ് എന്നുള്ള വേർബാണ് ശരിക്ക്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായിട്ട് ഇതിവിടെ വന്നതുകൊണ്ട് ഇതൊരു ജെറണ്ടായിട്ട് മാറി. അത്തരത്തിൽ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ജെറണ്ടുകൾ വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്. ഈ ഒരു സെൻറ്റൻസിൽ അങ്ങനെ തന്നെയാണ്. സ്മോക്കിംഗ് എന്നുള്ളത് അവിടെ സബ്ജക്റ്റായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതൊരു സബ്ജക്റ്റ് യൂസ് വരുന്ന ജെറണ്ടാണ്. പിന്നെ ജെറണ്ട്സിന് സെക്കൻഡ് യൂസേജ് വരുന്നത് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ ഒരു ട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ട് ജെറണ്ട് വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ എൻജോയ് റീഡിങ്. ട്രാൻസിറ്റീവ് വേർബും ഇൻട്രാൻസിറ്റീവ് വേർബും എന്നാണെന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐ എൻജോയ് റീഡിങ് എന്നുള്ള ഒരു സെൻറ്റൻസ് നോക്കുക. അപ്പോൾ എൻജോയ് എന്നുള്ള ഒരു വേർബ് അതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് റീഡിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു ട്രാൻസിറ്റീവ് വേർബായിട്ട് മാറിയിട്ടുള്ളത്. ഒരു വേർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സ്വീകരിക്കുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആവും. ഡയറക്റ്റ് ഒബ്ജക്റ്റിന് സ്വീകരിക്കാത്ത കേസിൽ അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എൻജോയ് എന്നുള്ള വേർബിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് റീഡിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിലും എന്താണ് ജെറണ്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ എൻജോയ് ക്ലൈംബിങ് ദ മൗണ്ടൻസ്. ഈ ഒരു സെൻറ്റൻസിലും എൻജോയ് എന്നുള്ള വേർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടാണ് ക്ലൈംബിങ് എന്നുള്ളതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ടും ജെറണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ തേർഡ് ഫങ്ഷനാണ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ട് ജെറണ്ടുകൾ വരാറുണ്ട്. പ്രിപ്പോസിഷൻ എന്താണെന്നും സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓൺ, ഓഫ്, ഇറ്റ്, വിത്ത് അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഇത്തരത്തിലുള്ള വേർഡ്സിൻ്റെ ഒബ്ജക്റ്റായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് വരുന്ന വേർഡായിട്ട് ജെറണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് സ്വീറ്റ്സ്. അപ്പോൾ ഹീ ഈസ് ഫോണ്ട് എന്ന് കഴിഞ്ഞിട്ട് ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ്റെ
ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈറ്റിംഗ് എന്നുള്ള ജെറണ്ട് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് ഷീ വാസ് അറസ്റ്റഡ് ഫോർ സ്റ്റീലിംഗ് എ ലേഡീസ് പേഴ്സ്. അപ്പോൾ അറസ്റ്റഡ് ഫോർ എന്നുള്ള പ്രിപ്പോസിഷനെ ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്റ്റീലിംഗ് എന്നുള്ള ജെറണ്ട് വരുന്നത്. ഇത്തരത്തിൽ പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ടും ജെറണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നേരത്തെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. ആസ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ് തേർഡ് ഫങ്ഷൻ, ജെറണ്ടിൻ്റെ തേർഡ് യൂസ്. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ ജെറണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ റീഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്, അതിനെയാണ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സബ്ജക്റ്റ് അവർ എന്നുള്ളതാണ് ഒരു സബ്ജക്റ്റ്. ഈ ഒരു അവർ എന്നുള്ള സബ്ജക്റ്റിനെ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് ബിൽഡിംഗ് അപ്പ് എന്നുള്ള വേർഡ്. ബിൽഡിംഗ് എന്നുള്ള ഒരു വേർഡ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ അവർ എന്നുള്ളതിൻ്റെ റീഡിഫൈൻ ചെയ്യുന്ന വേർഡായിട്ടാണ് ബിൽഡിംഗ് എന്നുള്ള വേർഡ് ഇതിൽ വരുന്നത്. അത്തരത്തിൽ ഒരു സബ്ജക്റ്റിനെ റീഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ അതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സുകൾ, അങ്ങനെയുള്ള വേർഡ്സുകൾക്കാണ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ അവർ പ്രൈമറി നീഡ് ഈസ് ബിൽഡിംഗ് അപ്പ് എ സ്ട്രോങ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം. ഇതിൽ ബിൽഡിംഗ് അപ്പ് എന്നുള്ളതിൽ ബിൽഡിംഗ് എന്നുള്ള ജെറണ്ടിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ആയിട്ടാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചില വേർബുകൾ ഉണ്ടായിരിക്കും, ആ ഒരു വേർബിൻ്റെ കൂടെ എപ്പോഴും ജെറണ്ട് ഫോംസ് മാത്രമേ വരുള്ളൂ. ഇൻഫിനിറ്റീവ് ഫോംസ് ഒരിക്കലും വരില്ല. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബിൻ്റെ കൂടെ തന്നെ നമ്മൾ ടു ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവ് ഫോം ആവും. ടു ഇല്ലാത്തത് നോർമൽ ഫോമായിട്ട് മാറും. അതിനെയാണ് ഇൻഫിനിറ്റീവ് ഫോം എന്നും ടു ഇൻഫിനിറ്റീവ് ഫോം എന്നും പറയുന്നത്. അപ്പോൾ ചില വേർബിൻ്റെ കൂടെ ചില വേർഡുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടു ഇൻഫിനിറ്റീവ് ഫോമിൽ യൂസ് ചെയ്യും, ചിലത് ജെറണ്ടായിട്ട് യൂസ് ചെയ്യും. അത്തരത്തിൽ ചില വേർഡ്സിൻ്റെ കൂടെ ജെറണ്ട് ഫോം മാത്രം വരുന്ന വേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് വേർഡ്സാണ് ഇവിടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 31 ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ്, എൻജോയ്, മിസ്, അവോയ്ഡ്, എസ്കേപ്പ്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് ജെറണ്ട്സ് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദേ അവോയ്ഡ് മീറ്റിംഗ് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസ്, അവോയ്ഡ് എന്നുള്ളത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് എന്ന് എപ്പോഴും വരുള്ളൂ. ടു മീറ്റ് എന്ന് ഒരിക്കലും വരില്ല. ടു മീറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം, മീറ്റ് എന്നുള്ള വേർഡിൻ്റെ. അപ്പോൾ പക്ഷേ ഇവിടെ മീറ്റിംഗ് എന്ന് മാത്രമേ വരുള്ളൂ, ഒരിക്കലും ടു മീറ്റ് എന്ന് വരില്ല. ഇവിടെ ജെറണ്ട് ഫോം മാത്രം വരുള്ളൂ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വരുന്ന വേറൊരു വേർഡാണ് എൻജോയ്സ് എന്നുള്ള വേർഡ്. ഷീ എൻജോയ്സ് ട്രാവലിംഗ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എൻജോയ് എന്നുള്ള വേർഡിന് ശേഷം എപ്പോഴും ജെറണ്ട് ഫോമാണ് വരിക. ജെറണ്ട് ഫോമായിട്ടുള്ള ട്രാവലിംഗ് മാത്രമേ വരുള്ളൂ. ടു ട്രാവൽ എന്ന് ഒരിക്കലും വരില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് പഠിച്ചൊക്കെ ഈ ഒരു ബോക്സിൽ വരുന്ന വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് എപ്പോഴും ജെറണ്ട് ഫോമുകൾ മാത്രമായിട്ടും ആയിരിക്കും വരിക, ഇൻഫിനിറ്റീവ് ഫോംസ് വരില്ല. ദെൻ ഇനി ഇൻഫിനിറ്റീവ് ഫോംസ് എന്താണെന്ന് നോക്കാം. ഇൻഫിനിറ്റീവ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർബിൻ്റെ ടു ആഡ് ചെയ്തിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയാം. ദ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് റൈറ്റ് ഈസ് ടു റൈറ്റ്. എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് എന്നുള്ള വേർബ്, ആ ഒരു വേർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ടു റൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം. ഇനി വേറെ നോക്കുകയാണെങ്കിൽ റീഡ് എന്നുള്ളതാണെങ്കിൽ ടു റീഡ് എന്നുള്ളതാണ് ഇൻഫിനിറ്റീവ് ഫോം. തിങ്ക് എന്നുള്ളതാണെങ്കിൽ ടു തിങ്ക് എന്നുള്ളതാണ് ഇൻഫിനിറ്റീവ് ഫോം. ദെൻ വാക്ക് എന്നുള്ളതാണെങ്കിൽ ടു വാക്ക് എന്നാണ് ഇൻഫിനിറ്റീവ് ഫോം. അത്തരത്തിൽ ഒരു വേർബിൻ്റെ കൂടെ അതിൻ്റെ ടു ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫോമിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത്. The infinitive can also be used as the subject, the complement or object of a sentence. അപ്പോൾ ഇൻഫിനിറ്റീവ് ഫോം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കോംപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഇനി ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഇൻഫിനിറ്റീവ് ഫോമിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടു എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ അത് ഒരു നോർമൽ സെൻറ്റൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ടു എക്സസൈസ് എന്ന് വന്നതുകൊണ്ട് അതൊരു ഇൻഫിനിറ്റീവ് ഫോമാണ്. ദെൻ അടുത്ത സെൻറ്റൻസിൽ നോക്കാം. ഹി വാണ്ട്സ് ടു. ഈ ഒരു സെൻറ്റൻസിൽ ടു എക്സസൈസ് എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്. ദെൻ അടുത്ത സെൻറ്റൻസിൽ ഹി വാണ്ട്സ് ടു എക്സസൈസ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഹി വാണ്ട്സ് ടു എക്സസൈസ് എന്നുള്ളത് ഈ ഒരു സെൻറ്റൻസിൽ ടു എക്സസൈസ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഹി വാണ്ട്സ് എക്സസൈസ് എന്ന് വരില്ല, ഹി വാണ്ട്സ് ടു എക്സസൈസ് എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൽ ടു എക്സസൈസ് എന്നുള്ളത് ഒരു ഇൻഫിനിറ്റീവ് ഫോമാണ്. ആൻഡ് ഈ ഒരു ഇൻഫിനിറ്റീവ് ഫോം ആ ഒരു സെൻറ്റൻസിൽ
ഒബ്ജക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ സ്റ്റാർട്ടഡ് ടു സിങ് വെൻ ഷീ വാസ് 4 years old. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലും ടു സിങ് എന്നുള്ളത് ഈ ഒരു സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇൻഫിനിറ്റീവ് ഫോംസിൻ്റെ കുറച്ച് യൂസേജുകളാണ്. ഇതിൽ ഫസ്റ്റ് 4 യൂസേജ് ജെറണ്ടുകളുടെ സെയിം യൂസേജ് തന്നെയാണ് ഇൻഫിനിറ്റീവ് ഫോമിൽ ഫസ്റ്റ് 4 യൂസേജസ് വരുന്നത്. ദെൻ അതിന് ശേഷം വരുന്ന യൂസേജസ് മാത്രമാണ് ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ദ സബ്ജക്റ്റ് ഓഫ് എ വേർബ്. ഒരു സെൻറ്റൻസിലെ വേർബിൻ്റെ സബ്ജക്റ്റായിട്ട്, അതായത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ട് ഇൻഫിനിറ്റീവ് ഫോംസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ടു ഡ്രിങ്ക് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടു ഡ്രിങ്ക് വാട്ടർ എന്നുള്ള ഈ വേർഡ് ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസ് എന്നുള്ള വേർബിൻ്റെ സബ്ജക്റ്റായിട്ടാണ് ടു ഡ്രിങ്ക് വാട്ടർ എന്നുള്ള വേർബ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ടു ഫൈൻഡ് ഫോൾട്ട് ഈസ് ഈസി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലും ടു ഫൈൻഡ് എന്നുള്ളത് അവിടെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. ഇത്തരത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ടും നമ്മൾ ഇൻഫിനിറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ വേർബ്. നേരത്തെ ഒബ്ജക്റ്റ് ഓഫ് എ ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുന്നത്, പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ് ഓഫ് എ വേർബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടും വരാം, ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടും വരാം. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ലൈക്സ് ടു പ്ലേ കാർഡ്സ്. അവന് കാർഡ് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഹി ലൈക്സ് ടു പ്ലേ കാർഡ്സ് എന്നുള്ളതിൽ ഈ ഒരു സെൻറ്റൻസിൽ ടു പ്ലേ എന്നുള്ളതാണ് ലൈക്ക് എന്നുള്ള ഒരു വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒബ്ജക്റ്റായിട്ടും വരാറുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടും വരാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ടും വരാം. ഇവിടെ ഇങ്ങനെ ട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റ് ആവണം എന്ന് എടുത്ത് പറയുന്നില്ല, വെറും ഒബ്ജക്റ്റായിട്ട് വരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ടും വരാം, ഇൻട്രാൻസിറ്റീവ് വേർബിൻ്റെ ഒബ്ജക്റ്റായിട്ടും വരാം. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ വാണ്ട് ടു എന്നുള്ളതാണ് വാണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ വേർബ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്നത് എന്താണ്? ടു സ്റ്റഡി എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലും ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഫങ്ഷൻ ദ ഇൻഫിനിറ്റീവ് ഓൾസോ ഫങ്ഷൻ ആസ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകൾ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഹിസ് എയിം ഈസ് ടു കോൺകർ. ഈ ഒരു സെൻറ്റൻസിൽ ഹിസ് എന്നുള്ള സബ്ജക്റ്റിനെ ഇൻഫിനിറ്റീവ് ആയിട്ട് വരുന്ന ടു കോൺകർ എന്നുള്ളത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തോ ഒന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഹിസ് ജോബ് ഈസ് ടു അസിസ്റ്റ് യു. ഈ ഒരു സെൻറ്റൻസിൽ ടു അസിസ്റ്റ് എന്നുള്ളതും ഹിസ് എന്നുള്ള സബ്ജക്റ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു വേർഡാണ്. അതുകൊണ്ടാണ് അതൊരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും ഈ ഒരു ഇൻഫിനിറ്റീവ്സ് വർക്ക് ചെയ്യാറുണ്ട്. ദെൻ ഫോർത്ത് യൂസേജാണ് പ്രിപ്പോസിഷനായിട്ട്. ദ ഇൻഫിനിറ്റീവ് ക്യാൻ ഓൾസോ ബി ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ട് ഇൻഫിനിറ്റീവുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ പ്രോഗ്രാം ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. ഈ ഒരു സെൻറ്റൻസിൽ എബൌട്ട് എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്ന വേർഡ് എന്താണ്? ടു സ്റ്റാർട്ട് എന്നുള്ള വേർഡാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റായിട്ട് ടു സ്റ്റാർട്ട് വന്നു. ദെൻ അടുത്ത സെൻറ്റൻസ് ഹി ഹാഡ് നോ ചോയ്സ് ബട്ട് ടു ഒബേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട് എന്നുള്ള വേർഡാണ്. ഒരു ബട്ട് കഴിഞ്ഞിട്ട് വരുന്ന വേർഡ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന വേർഡ് എന്താണ്? ടു ഒബേ എന്നുള്ള ഇൻഫിനിറ്റീവാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ പ്രിപ്പോസിഷനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റായിട്ടും ഇൻഫിനിറ്റീവുകൾ വരാറുണ്ട്. ഇൻഫിനിറ്റീവിൻ്റെ യൂസേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂസേജ് എന്താണെന്ന് വെച്ചാൽ ടു ക്വാളിഫൈ ആൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫിനിറ്റീവുകൾ യൂസ് ചെയ്യാറുണ്ട്. മാംഗോസ് ആർ ഡെലീഷ്യസ് ടു ഈറ്റ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ മാംഗോ എന്നുള്ള സബ്ജക്റ്റിനെ ക്വാളിഫൈ ചെയ്തിട്ട് വരുന്ന അഡ്ജക്റ്റീവാണ് ഡെലീഷ്യസ്. ആ ഒരു ഡെലീഷ്യസിനെ ഒന്നുകൂടി ക്വാളിഫൈ ചെയ്ത് വരുന്ന അഡ്ജക്റ്റീവായിട്ടാണ്
ടു ഈറ്റ് എന്നുള്ള ഇൻഫിനിറ്റീവ് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റിനെ നമ്മൾ വിശേഷിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് മാറുന്നു. ഈ ഒരു അഡ്ജക്റ്റീവിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസിൽ ടു ഈറ്റ് എന്നുള്ള ഇൻഫിനിറ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാനും ടു ഇൻഫിനിറ്റീവുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ്സ് ആർ ആങ്ഷ്യസ് ടു നോ ദെയർ റിസൾട്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ കാൻഡിഡേറ്റ്സ് ആർ ആൻഷ്യസ് ടു നോ ദെയർ റിസൾട്ട്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ആൻഷ്യസ് എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടു നോ എന്നുള്ള ഇൻഫിനിറ്റീവ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാനും നമ്മൾ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത യൂസേജ് ക്വാളിഫൈ എ നൗൺ ആണ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റീവുകൾ യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ അഡ്ജക്റ്റീവാണ്, ഇപ്പോൾ പറയുന്നത് നൗണാണ്. ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ദിസ് ഈസ് നോട്ട് ദ പേപ്പർ ടു സ്കെച്ച്. ഈ ഒരു സെൻറ്റൻസിൽ പേപ്പറാണ് അവിടെ ഒരു നൗണ്. അപ്പോൾ ഈ ഒരു പേപ്പർ വെറുതെ കുത്തി വരക്കാനുള്ള പേപ്പറല്ല എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ ക്വാളിഫൈ ചെയ്തിട്ടാണ് ടു സ്കെച്ച് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ടു സ്കെച്ച് നൗണിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ദെൻ അടുത്ത സെൻറ്റൻസിൽ ദിസ് ഈസ് ദ പ്ലേസ് ടു സ്റ്റേ. അപ്പോൾ ഈ ഒരു പ്ലേസിൽ ഈ ഒരു വേർഡിൽ പ്ലേസ് എന്നുള്ളതാണ് അവിടെ നൗണ്. ഈ ഒരു പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ടാണ് ടു സ്റ്റേ എന്നുള്ള ഇൻഫിനിറ്റീവ് വരുന്നത്. അപ്പോൾ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനും നമ്മൾ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബിനെ ക്വാളിഫൈ ചെയ്യാനാണ്. വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനൊരു എക്സാമ്പിൾ നോക്കാം. വി ഹറി ടു ഗെറ്റ് ടിക്കറ്റ്സ്. ഈ ഒരു സെൻറ്റൻസിൽ വേർബ് ഏതാണ്? ഹറി എന്നുള്ളതാണ് വേർബ്. അപ്പോൾ ഹറി എന്നുള്ള വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഹറി ചെയ്യുന്നത്? ടു ഗെറ്റ് ടിക്കറ്റ്സ്. അപ്പോൾ ടു ഗെറ്റ് എന്നുള്ളത് ഹറി എന്നുള്ള വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ, വി സ്റ്റഡി ടു സ്കോർ മാർക്സ്. നമ്മൾ പഠിക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റഡി എന്നുള്ളതാണ് ആ ഒരു സെൻറ്റൻസിൽ വേർബ്. അപ്പോൾ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് ഈ ഒരു സെൻറ്റൻസിൽ സ്റ്റഡീനെ ക്വാളിഫൈ ചെയ്തിട്ട് എന്താ പറയുന്നത്? ടു സ്കോർ മാർക്സ്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എന്നുള്ളത് സ്റ്റഡി എന്നുള്ള വേർബിനെ ക്വാളിഫൈ ചെയ്യണം. അത്തരത്തിൽ ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യാനും ഈ ഒരു ഇൻഫിനിറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജെറണ്ടുകളും ഇൻഫിനിറ്റീവും തമ്മിലുള്ള ഫസ്റ്റ് 4 യൂസേജസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ദെൻ അതിനുശേഷം വരുന്ന 3 യൂസേജുകളാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ വെർബിനെ ക്വാളിഫൈ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഫിനിറ്റീവിന് ബെയർ ഇൻഫിനിറ്റീവും ടു ഇൻഫിനിറ്റീവും ഉണ്ട്. അത് ജസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ടു ഇൻഫിനിറ്റീവ് ആകുമ്പോൾ ആ ഒരു വേർഡിൻ്റെ കൂടെ ടു ഉണ്ടായിരിക്കും. ബെയർ ഇൻഫിനിറ്റീവ് ആകുമ്പോൾ ആ ഒരു വേർഡിൻ്റെ കൂടെ ടു ഉണ്ടായിരിക്കില്ല. അപ്പോൾ റീഡ് എന്നുള്ളതാണെങ്കിൽ റീഡ് എന്നുള്ളത് ബെയർ ഇൻഫിനിറ്റീവാണ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റീഡാണ്. വാക്ക് എന്നുള്ളതാണെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവാണ് വാക്ക്. ടു വാക്ക് എന്നാവുമ്പോൾ അതൊരു ടു ഇൻഫിനിറ്റീവായിട്ട് മാറും. ഇനി ബെയർ ഇൻഫിനിറ്റീവ്സ് സാധാരണയായിട്ട് ചില വേർഡ്സിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അത്തരത്തിലുള്ള ചില വേർഡ്സുകളാണ് ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ എന്നുള്ള ഈ വേർഡ്സുകളൊക്കെ ഈ ഒരു വേർഡ്സിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ്സ് മാത്രമേ വരികയുള്ളൂ. ഒരിക്കലും ടു ഇൻഫിനിറ്റീവ് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് ബെറ്റർ ടെൽ ദം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഹാഡ് ബെറ്റർ എന്നുള്ള ഈ ഒരു വേർഡിന് ശേഷം ടെൽ എന്നാണ് വരുന്നത്. ഒരിക്കലും ടു ടെൽ എന്ന് ഒരിക്കലും വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വേർഡ്സിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരിക. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ വുഡ് റാദർ ഈറ്റ് ദാൻ ഡ്രിങ്ക് എന്നുള്ള ഈ ഒരു സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിലും വുഡ് റാദർ എന്നുള്ളതിന് ശേഷം വരുന്നത് ഈറ്റ് എന്നുള്ളതാണ്. ടു ഈറ്റ് എന്നുള്ള ടു ഇൻഫിനിറ്റീവിൻ്റെ രൂപം ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ചില വേർഡ്സിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ വരുള്ളൂ. ഈ ഒരു വേർഡ്സ് കൂടാതെ മോഡൽ ഓക്സിലറി വെർബ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള ഷോള്, വില്ല്, ഷുഡ്, വുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ് ഇത്തരത്തിലുള്ള വേർഡ്സിന് ശേഷവും എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ വരുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഷോൾ കം എന്നുള്ളത്. അപ്പോൾ ഈ ഷോൾ എന്നുള്ളതാണ് അവിടെ മോഡൽ ഓക്സിലറി. അതിനുശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള കം എന്ന് മാത്രമേ വരുള്ളൂ. ഒരിക്കലും ടു കം എന്നുള്ള ടു ഇൻഫിനിറ്റീവിൻ്റെ രൂപത്തിൽ വരില്ല. ദെൻ ഷീ വിൽ ഡാൻസ് എന്നുള്ളത്, ഇതിൽ മോഡൽ ഓക്സിലറി വരുന്നത് വിൽ എന്നുള്ളതാണ്. അപ്പോൾ വിൽ എന്നുള്ള മോഡൽ ഓക്സിലറിക്ക് ശേഷം എപ്പോഴും
ബെയർ ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ഫോമാണ് വരിക. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ഇൻഫിനിറ്റീവ് തന്നെ 4 ടൈപ്പ് ഓഫ് ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. ഓരോന്നിനും പാസീവ് വോയിസുകളും ഉണ്ട്, ആക്റ്റീവ് വോയിസുകളും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ടെൻസുകൾ തന്നെ നമുക്ക് ഓരോ ടെൻസിലും 4 സെപ്പറേറ്റ് ടെൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വരുന്നുണ്ട്. ഈ ഓരോ ടെൻസിലും ആക്റ്റീവ് വോയിസ് ആയിട്ടും വരുന്നുണ്ട്, പാസീവ് വോയിസ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നോക്കുകയാണെങ്കിൽ ഇൻവൈറ്റ് എന്നുള്ളത് ആ ഒരു സെൻറ്റൻസ് ടു ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസിലാവുമ്പോൾ ടു ഇൻവൈറ്റ് എന്നായിട്ട് മാറും. ഇനി അതേ ഒരു വേർഡ് തന്നെ നമ്മൾ പാസീവ് വോയിസിൻ്റെ രൂപത്തിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ബി ഇൻവൈറ്റഡ് എന്നായിട്ട് മാറും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ് പാസീവ് വോയിസിൻ്റെ രൂപത്തിൽ വരുന്നത്. ഇനി ഇൻഫിനിറ്റീവ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ടു ബി ഇൻവൈറ്റിംഗ് എന്നുള്ള രൂപത്തിലാണ് വരിക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ടു ഹാവ് സ്റ്റഡീഡ്, അപ്പോൾ അതൊരു ഇൻവൈറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണെങ്കിൽ ടു ഹാവ് ഇൻവൈറ്റഡ് എന്നാണ് വരിക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ടു ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നാവും. അത് നമ്മൾ ഇൻവൈറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലോ ടു ഹാവ് ബീൻ ഇൻവൈറ്റിംഗ് എന്നാവും. അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉള്ളത്. പാസീവ് വോയിസ് ബാക്കിയുള്ള ടെൻസുകൾക്ക് ഒന്നും ഇല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചില വേർഡ്സിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബെയർ ഇൻഫിനിറ്റീവ് മാത്രം വരുള്ളൂ എന്ന്. അതുപോലെ ചില വേർഡ്സുകൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ടു ഇൻഫിനിറ്റീവ് മാത്രം വരുള്ളൂ, ജെറണ്ടുകൾ ഒരിക്കലും വരില്ല എന്ന് പറയുന്ന കുറേ വേർഡ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ജെറണ്ട് പഠിക്കുമ്പോഴും ഇതുപോലെ ചില വേർഡ്സിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് എപ്പോഴും ജെറണ്ട് രൂപങ്ങൾ മാത്രമേ വരൂ എന്ന് പഠിച്ചു. അപ്പോൾ ഇതുപോലെ ടു ഇൻഫിനിറ്റീവ് മാത്രം ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ചില വേർബുകളുണ്ട്. ആ ഒരു വേർബുകളാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പിയർ, ഹാപ്പൻ, പ്രോമിസ്, അറേഞ്ച്, ഹോപ്പ്, പ്രിറ്റൻഡ്, കെയർ ഇത്തരത്തിലുള്ള വേർബ്സിൻ്റെ ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് എപ്പോഴും ടു ഇൻഫിനിറ്റീവ് മാത്രമാണ് വരിക. ഒരിക്കലും ജെറണ്ടോ അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവോ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ഹിം ഇൻ ദ ഈവനിങ്. അപ്പോൾ ഐ അറേഞ്ച്ഡ് എന്നുള്ളതിൽ അറേഞ്ച് എന്നുള്ള വേർബ് ആ ഒരു വേർബിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് എപ്പോഴും ടു മീറ്റ് എന്നുള്ള രീതി, അതായത് ടു ഇൻഫിനിറ്റീവ് ആണ് എപ്പോഴും വരിക. ഒരിക്കലും ഐ മീറ്റ് ഹിം ഇൻ ദ ഈവനിങ് എന്ന് വരില്ല. അപ്പോൾ അറേഞ്ച്ഡ് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവിൻ്റെ രൂപത്തിൽ ടു മീറ്റ് എന്നുള്ള ടു ഇൻഫിനിറ്റീവാണ് വരിക. ദെൻ അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വി ആർ ഡിസൈഡഡ് ടു ഗോ ടു ഡൽഹി. ഈ ഒരു സെൻറ്റൻസിൽ ഡിസൈഡഡ് എന്നുള്ളതാണ് വേർബ്. ഈ ഒരു വേർബിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് എപ്പോഴും ടു ഇൻഫിനിറ്റീവിൻ്റെ രൂപത്തിലാണ് വരുള്ളൂ. അപ്പോൾ ടു ഗോ ടു ഡൽഹി എന്നുള്ള സെൻറ്റൻസ് എന്നുള്ള വേർഡാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈഡഡ് എന്നുള്ള വേർഡിന് ശേഷവും എപ്പോഴും ടു ഇൻഫിനിറ്റീവാണ് വരിക. ദെൻ അടുത്ത സെൻറ്റൻസ് ദേ പ്രോമിസ്ഡ് ടു കോഓപ്പറേറ്റ് വിത്ത് അസ്. ഒരു പ്രോമിസ് എന്നുള്ള വേർഡിന് ശേഷവും എപ്പോഴും ടു ഇൻഫിനിറ്റീവിൻ്റെ രൂപത്തിലാണ് വരിക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ പ്രോമിസ്ഡ് കഴിഞ്ഞിട്ട് ഒരിക്കലും ദേ പ്രോമിസ്ഡ് കോഓപ്പറേറ്റ് വിത്ത് അസ് എന്ന് വരില്ല. എപ്പോഴും പ്രോമിസ്ഡ് ടു കോഓപ്പറേറ്റ് വിത്ത് അസ് എന്നേ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജെറണ്ടുകളും ഇൻഫിനിറ്റീവുകളും തമ്മിലുള്ള ജെറണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോമാണ് എങ്കിൽ കൂടി ആ ഒരു ING ഫോം യൂസ് ചെയ്യുന്നത് അത് വരുന്നത് ആ ഒരു സെൻറ്റൻസിന് നൗണായിട്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പാർട്ടിസിപ്പിൾ ഫോം പഠിക്കുമ്പോൾ പാർട്ടിസിപ്പിൾ ഫോമും ജെറണ്ടും തമ്മിൽ ഒരുപോലെ തന്നെയാണ് ഫോമിൽ വരുന്നത്, പക്ഷേ അതിൻ്റെ യൂസേജാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ജെറണ്ടാവുമ്പോൾ അതൊരു സെൻറ്റൻസിൽ നൗണായിട്ട് വരും, പക്ഷേ പാർട്ടിസിപ്പിൾ ഫോം ആകുമ്പോൾ ആ സെൻറ്റൻസിൽ അതിൻ്റെ യൂസേജ് വേറൊരു യൂസേജ് ആയിട്ടാണ് വരിക. അഡ്ജക്റ്റീവായിട്ടോ വേർബായിട്ടോ ഒക്കെയാണ് വരിക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജെറണ്ടുകൾ വരുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ നൗണായിട്ടായിരിക്കും. അതുപോലെ ജെറണ്ടുകൾ എപ്പോഴും ING ഫോമിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കി ഭാഗം പാർട്ട് 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.